ചൊവ്വയിലെ സ്ഥിരതാമസം മനുഷ്യർക്ക് പച്ചനിറമാവാനും കാഴ്ച നഷ്ടപ്പെടാനും കാരണമായേക്കുമെന്ന് മുന്നറിയിപ്പ് വിദഗ്ധർ. ബഹിരാകാശ രംഗത്തെ നാഴികക്കല്ലാകുന്ന നേട്ടങ്ങളിലൊന്നായിരിക്കും ചൊവ്വ ഗ്രഹത്തിലേക്കുള്ള മനുഷ്യന്റെ ആദ്യ യാത്ര. ഭാവിയിൽ ചന്ദ്രന് പിന്നാലെ ചൊവ്വയിലും മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലാണ് ആഗോള ബഹിരാകാശ ഗവേഷണ രംഗം. ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കുമെന്നാണ് ഈ രംഗത്ത് സജീവമായ ഇലോൺ മസ്ക് പോലെയുള്ളവരുടെ പ്രഖ്യാപനം. എന്നാൽ ചൊവ്വയിൽ മനുഷ്യരുടെ സ്ഥിരതാമസം അത്ര എളുപ്പമായിരിക്കില്ല. അതിനുള്ള പ്രധാന കാരണം അവിടുത്തെ സങ്കീർണമായ പരിസ്ഥിതിയാണ്. ചൊവ്വയിൽ മനുഷ്യർ സ്ഥിരതാമസമാക്കിയാൽ അത് അവരുടെ തൊലിയുടെ നിറം പച്ചയായി മാറാനും കാഴ്ച നഷ്ടപ്പെടാനും ഇടയാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ചൊവ്വയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതകവും പരിണാമപരവുമായ വിവിധ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് യുഎസിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബയോളജിസ്റ്റ് ഡോക്ടർ സ്കോട്ട് സോളമൻ പറയുന്നു. ചൊവ്വയിലെ ഉപരിതലത്തിലെ അതികഠിനമായ സാഹചര്യങ്ങളെ തുടർന്ന് അവിടെ മനുഷ്യർക്ക് അതിജീവിക്കുക വളരെ പ്രയാസകരമാകുന്നുവെന്ന് ഡോക്ടർ സോളമൻ തന്റെ ഫ്യൂച്ചർ ഹ്യൂമൻസ് എന്ന പുസ്തകത്തിൽ അവകാശപ്പെടുന്നു. ഗുരുത്വാകർഷണം കുറയുന്നതും ഉയർന്ന റേഡിയേഷനും ഈ ജനിതക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും അത് തൊലിയുടെ നിറം പച്ചയാകുന്നതിനും പേശികൾ ദുർബലപ്പെടുന്നതിനും കാഴ്ച നഷ്ടമാകുന്നതിനും അസ്ഥികൾ പൊട്ടുന്നതിനും ഇടയാക്കുമെന്നും ഡോക്ടർ സോളമൻ വിശദീകരിച്ചു. ഭൂമിയേക്കാൾ ചെറിയ ഗ്രഹമാണ് ചൊവ്വ. ഗുരുത്വാകർഷണ ബലം ഭൂമിയേക്കാൾ 30% കുറവാണ് അവിടെ. ഭൂമിയെപ്പോലെ സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങളെ തടയുന്ന കാന്തിക ക്ഷേത്രവും ഓസോൺ പാളിയും ചൊവ്വയ്ക്കില്ല. ഇക്കാരണത്താൽ അൾട്രാ വയലറ്റ് രശ്മികളും ചാർജുള്ള കണികകളും വികിരണങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ ചൊവ്വയിൽ പതിക്കും. ഈ പരിസ്ഥിതി മനുഷ്യരെ ജനിതക മാറ്റങ്ങളിലേക്ക് നയിക്കുമെങ്കിൽ മാത്രമേ അവർക്ക് പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയൂ. വികിരണങ്ങളെ നേരിട്ട് ചർമ്മം പുതിയ തരം പിഗ്മെന്റുകൾ രൂപപ്പെടുത്തിയേക്കാം. അത് ആ നിറം പച്ച നിറത്തിലേക്ക് മാറുന്നതിനിടയാക്കുമെന്നും ഡോക്ടർ സോളമൻ പുസ്തകത്തിൽ പറയുന്നു. ചൊവ്വയിലേക്ക് ഇതുവരെയും മനുഷ്യർ യാത്ര ചെയ്തിട്ടില്ല. എന്നാൽ ആ നേട്ടം മനുഷ്യർ താമസിയാതെ കൈവരിക്കും. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് വികസിപ്പിക്കുന്നത് ചൊവ്വ യാത്രയും ചൊവ്വയിലെ മനുഷ്യരുടെ കോളനി വൽക്കരണവും ലക്ഷ്യമിട്ടാണ്. 2 വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്കുള്ള ആദ്യ സ്റ്റാർഷിപ്പുകൾ വിക്ഷേപിക്കുമെന്നാണ് മസ്കിന്റെ പ്രഖ്യാപനം. അടുത്ത 30 വർഷം കൊണ്ട് മനുഷ്യർ ചൊവ്വയിൽ സ്ഥിരതാമസമാക്കുമെന്നാണ് ഇലോൺ മസ്കിന്റെ പ്രവചനം.